എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേസരിയാണ്. അതിനുവേണ്ടി നുറുക്ക് ഗോതമ്പ്, പാല്, പഞ്ചസാര, കശുവണ്ടി, കിസ്മിസ്, ഉപ്പ്, നെയ്യ്, ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഈ നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പാലും ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി ഇത് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് റെഡിയാവുന്നിടയ്ക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തൂവിയിട്ട് ഒന്ന് പുരട്ടിക്കൊടുക്കാം. എല്ലായിടത്തേക്കും പുരട്ടിക്കൊടുക്കാം. അത് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. ഈ പാത്രത്തിൽ ഇങ്ങനെ നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള കശുവണ്ടി, കിസ്മിസ് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം നിരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറ്റി ഈ പാലും നെയ്യും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ആ ഒരു പാകമാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള കിസ്മിസും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചൂടോടുകൂടി തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇത് ആക്കി കൊടുക്കാം. ഇത് പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇത്തിരി മെഴുക്ക് പുറ്റിയ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള കേസരിയുടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.